അമ്മച്ചി അമ്മച്ചി അഞ്ജലി അനൂപിനെ സ്നേഹിച്ചല്ലോ. അനൂപ് അഞ്ജലിയെ സ്നേഹിച്ചു. ഇതറിയാതെ ഗീത അനൂപിനെ സ്നേഹിച്ചു. ഗീത അനൂപിനെ സ്നേഹിച്ചപ്പോൾ അനൂപ് അഞ്ജലിയാണ് സ്നേഹിച്ചത്. പക്ഷെ ആദ്യം അഞ്ജലിയാണെന്ന് പറഞ്ഞ അനൂപ് ഗീതയെ സ്നേഹിച്ചു. പിന്നെ അഞ്ജലിയാണെന്ന് അറിഞ്ഞ അനൂപ് അഞ്ജലിയെ സ്നേഹിച്ചു. അപ്പോൾ ഗീത അനൂപിന്റെ സ്നേഹം തന്നോടാണെന്ന് കരുതി അനൂപിനെ സ്നേഹിച്ചു. പക്ഷെ ഗീത അനൂപിനെ സ്നേഹിക്കുകയാണെന്ന് അറിയാതെ അഞ്ജലി അനൂപിനെ സ്നേഹിച്ചു. പിന്നെ ഗീത അഞ്ജലിയാണെന്ന് അനൂപ് സ്നേഹിക്കുന്ന അറിഞ്ഞപ്പോൾ ആ സ്നേഹത്തിന്റെ പേര് അവർ തമ്മിൽ ഉടക്കി. ഗീത അനൂപിനെ സ്നേഹിക്കുന്നത് അഞ്ജലിക്ക് അറിയില്ലായിരുന്നു എന്ന കാര്യം അഞ്ജലി ഗീതയോട് പറഞ്ഞു. പക്ഷെ ഗീത അനൂപിനെ സ്നേഹിച്ചതും അഞ്ജലി അനൂപിനെ സ്നേഹിച്ചതും അമ്മച്ചിക്ക് അറിയാമായിരുന്നു എന്ന കാര്യമാണ് എനിക്കറിയേണ്ടത്. ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവർക്കാ എനിക്കാ? അമ്മച്ചിക്ക് മനസ്സിലായില്ലെങ്കിലും തനിക്കെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മച്ചിക്ക് അറിയാവുന്ന കാര്യം എന്നോട് പറഞ്ഞാലേ എനിക്കറിയാവുന്ന കാര്യം അമ്മച്ചിക്ക് അറിയാവോന്ന് എനിക്കറിയാൻ പറ്റൂ. ഞാൻ സിമ്പിളായിട്ട് പറയാം. ഗീത അഞ്ജലിയെ സ്നേഹിച്ചു, അഞ്ജലി ഗീതയെ സ്നേഹിച്ചു. പ്ലീസ് കുഴപ്പമുണ്ടാക്കരുത് പ്ലീസ്. ഈ തള്ള എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞാലേ എനിക്ക് ഇതിന്റെ വാലും തല എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അമ്മച്ചി ശ്രദ്ധിച്ച് കേൾക്കണേ. മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഗീത അനൂപിനെ സ്നേഹിച്ചിരുന്നെന്നും അത് അഞ്ജലിക്ക് അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അഞ്ജലി അനൂപിനെ സ്നേഹിച്ചതെന്നും അഞ്ജലി അനൂപിനെ സ്നേഹിച്ചതും അനൂപ് അഞ്ജലിയെ സ്നേഹിക്കുന്നതും ഗീത അറിഞ്ഞപ്പോൾ അഞ്ജലിയോട് അനൂപിനുള്ള സ്നേഹവും ഗീതയ്ക്ക് അനൂപിനുള്ള സ്നേഹവും അനൂപിന് ഗീതയോടല്ലാതെ അഞ്ജലിയോടുള്ള സ്നേഹവും തമ്മിൽ തട്ടി തകർന്ന കാര്യം അഞ്ജലിയും ഗീതയും തമ്മിൽ തെറ്റുന്നതിനും അമ്മച്ചിക്ക് അറിയാമായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. അതായത് ഈ അഞ്ജലിയും ഗീതയും തമ്മിൽ അവര് അനൂപിനെ സ്നേഹിച്ചവരും തെറ്റിപ്പിരിയണതിന് മുമ്പ് അമ്മച്ചിക്ക് അറിയായിരുന്നു. അതങ്ങനെ ചോദിച്ചാ പോരെ? അമ്മച്ചിക്ക് ഒരു മാങ്ങാത്തൊലിയും മനസ്സിലായിട്ടില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ബോധമില്ലാത്തവരോട് സംസാരിക്കും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. അപ്പോഴേ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ അമ്മച്ചിക്ക് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത്. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത്? ഇയാൾ ഈ പ്രാന്തന്മാർക്കുള്ള ഗുളിക മരുന്നും ഒക്കെ കുറിച്ച് കൊടുക്കുന്ന ഡോക്ടർ ആണോ? ആണെങ്കിൽ എങ്കിൽ അതിൽ നിന്ന് ഒരു 5-6 ഗുളിക എടുത്ത് വിഴുങ്ങ്, എന്നിട്ട് ഈ വെള്ളവും കുടിക്ക്. പ്രാന്തുള്ളവരെ ഭ്രാന്ത് മാറ്റാൻ കുറെ പ്രാന്തന്മാർ വന്നിട്ട് പ്രാന്തില്ലാത്തവരെയും കൂടെ ഭ്രാന്തന്മാരാക്കും. ഭ്രാന്ത. അമ്മജി ഞാൻ പിന്നെ വരാം. ഇതുപോലുള്ള ശല്യങ്ങളില്ലാത്തപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് മാറ്ററുകളുണ്ട്. ഞാൻ വരാം. ഡോക്ടർ മാഷേ എണീക്കേ, വേഗം ആവട്ടെ. പ്രേതത്തിനെ പിടിക്കാൻ വേറൊരാൾ വന്നിരിക്കുന്നു. പ്രേതത്തെ പിടിക്കാൻ വേറൊരാളാ? ആ. എന്നാ അന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ആരാ ഇത്? കദളിക്കാട്ട് തിരുമേനി. കഥകളിയാ? കദളിക്കാട്ട് തിരുമേനി. കദളിക്കാട്ടാ? എഗ്രിമെന്റ് റെഡിയാ, വായിച്ചു നോക്കിട്ട് ഒപ്പിടാം. ആ വേദപുസ്തകം തരൂ. തുറക്കൂ. വായിക്കൂ. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? മതി. പോകാം. തിരുമേനി അല്പം അസ്വസ്ഥനായതുപോലെ. എന്തെങ്കിലും കുഴപ്പം? ആത്മാവ് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നുവെച്ചാൽ?
എന്നാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്? വരുന്ന 30-ാം തീയതി. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോവുകയല്ലേ? ആരും ഇവിടെ താമസിക്കുന്നില്ലല്ലോ? ഇല്ല തിരുമേനി. വീട് ഞങ്ങൾ വിൽക്കുക. ആ നിൽക്കുന്ന വാസുവാ വാങ്ങുന്നത്. കരാറൊക്കെ ആയിക്കഴിഞ്ഞു. നല്ലത്. ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ തന്ന സാധനങ്ങൾ വീട്ടിൽ വെച്ച ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എഗ്രിമെൻ്റ് ഒക്കെ റെഡിയാണ്. എന്തെങ്കിലും തിരുത്തോ സംശയം ഉണ്ടെങ്കിൽ വക്കീലിനോട് ചോദിച്ചാൽ മതി. 4 മണിക്ക് എല്ലാവരും രജിസ്റ്റർ ഓഫീസിൽ എത്തണം. ചെക്കും ക്യാഷും ഒക്കെ അവിടെ വെച്ച് കൈമാറാം. ക്ഷമിക്കണം ഇങ്ങനെ വഴി തടഞ്ഞു നിർത്തിയതിന്. ഞാൻ ഡോക്ടർ സണ്ണി ജോസഫ്. അറിയാം, ഞാൻ അന്വേഷിച്ചു. മനസ്സിലായത് പലതും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തിരുമേനി മിണ്ടാതെ ഇറങ്ങിപ്പോയത് എന്താണ്? സണ്ണി ചോദിച്ചത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായില്ല. മരിച്ചവരുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നവരെ തേടുന്നത് എന്തിനാണ് എന്ന വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി ബൈബിൾ അടച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ അർത്ഥം താങ്കളുടെ വിശ്വാസവും എൻ്റെ സംശയവും ഒന്നാണ്. അടുത്ത വെള്ളിയാഴ്ച സണ്ണി എന്നെ വന്നൊന്ന് കാണണം. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. മാഷേ ഇവിടെ പിശാചൻ എന്ന് പറയുന്ന നേരാണോ മാഷേ? ആ, എപ്പോഴാ പിടിക്ക? എന്തിനെ? പിശാചനെ അത് നമുക്ക് പിടിക്കാം. വേഗം പിടിച്ചില്ലെങ്കിൽ ഇവിടെ ഓരോരുത്തരായിട്ട് കൊല്ലില്ലേ? ഇതിനു മുമ്പ് മാഷ എത്ര എണ്ണം പിടിച്ചിട്ടുണ്ട്? ഞാൻ 4, 3, 7, 2, 9 പിന്നെ ഒരു കുട്ടി പിശാച് ചേർത്ത് 9 തരാ. പിടിക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ പിടിക്കാൻ പറ്റും. ഒരു സമയവും സന്ദർഭവും ഒരു ഒളിവും മറയൊക്കെ വേണം. പറ്റിക്കാൻ പറയാ മാഷ കള്ളനാ. ഏയ്, ഞാൻ പിടിച്ചു കാണിച്ചു തരാം. പിടിക്കാം. ഒന്നുമില്ല. ആ, അരന്ന് പറഞ്ഞാൽ ചെറുതാ, ചെറിയ അര. പിന്നെ ചുമ്മാ ഞാൻ പിടിച്ചു കാണിക്കാം, അപ്പൊ വിശ്വസിക്കോ? പിടിച്ചതെല്ലാം പെണ്ണുങ്ങളാ? എല്ലാം പെണ്ണുങ്ങളാ. ആ, വേണേ ഞാൻ കാണിച്ചു തന്നാ പിടിക്കും. കാണിച്ചെന്നാ മാത്രം പോരാ, എങ്ങനെ പിടിക്കാന്ന് പറഞ്ഞു. ശരി, ഞാൻ കാണിച്ചു തരുമ്പോ അപ്പൊ പിന്നെ പറ്റൂലെന്ന് പറഞ്ഞു. ഇല്ല അതൊക്കെ രഹസ്യമായിട്ട് ചെയ്യണം. പിടിക്കാം. വാ, പിടിക്കാം. വാ. താൻ വരുന്നില്ലേ എങ്ങോട്ട്? രജിസ്ട്രാർ ഓഫീസിലേക്ക്. എന്തിന്? എടോ, വെറുതെ അവകാശം പറഞ്ഞോണ്ട് ഇവിടെ നിന്നാലേ ഒന്നും കിട്ടിയല്ല. രജിസ്ട്രാറുടെ മുന്നിൽ കൊണ്ടുപോയി തെളിവ് കൊടുക്കണം. എടോ, താൻ റെഡി ആവുന്നില്ലേ? എടോ, തനിക്കായിട്ട് പ്രത്യേകിച്ച് വണ്ടിയൊന്നും ഇല്ല. ഇയാള് വരുന്നില്ലേന്ന്? വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ?